ഐറൺ മാസ്കിലെ മനുഷ്യൻ. ഒരു ചരിത്ര നിഗൂഢത. ഫ്രാൻസിലെ ഒരു ഇരുണ്ട ജയിലിൽ ഒരു മനുഷ്യൻ ജീവിച്ചു. അവന്റെ മുഖം ഒരിക്കലും ആരും കണ്ടിട്ടില്ല. ലോകം അവനെ വിളിച്ചത് ഐറൺ മാസ്കിലെ മനുഷ്യൻ. 34 വർഷം അവൻ തടവിൽ കഴിഞ്ഞു. മുഖത്ത് ഒരു മാസ്ക്. രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം. ആളാരായിരുന്നു? എന്തിനാണ് അവനെ മറച്ചുവെച്ചത്? ഈ കഥ തുടങ്ങുന്നത് ഫ്രാൻസിന്റെ ശക്തനായ രാജാവായ ലൂയി 14 കാലത്താണ്. 1669 ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്തു. ശക്തമായ സുരക്ഷയിൽ ഒരു ജയിലിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റി. അവസാനം പാരീസിലെ പ്രശസ്തമായ ബാസ്റ്റിൽ ജയിലിലടച്ചു. പക്ഷേ ഒരു നിയമം മാത്രം മാറിയില്ല. അവന്റെ മുഖം ആരും കാണരുത്. അവൻ ധരിച്ചിരുന്നത് ഒരു ഇരുമ്പു മാസ്ക്, അല്ലെങ്കിൽ കറുത്ത വസ്ത്രത്തിൽ നിർമ്മിച്ച ഒരു മറയായിരുന്നു. അതിനെ നീക്കാൻ ശ്രമിച്ചാൽ ശിക്ഷമരണം മാത്രമായിരുന്നു. കാലം കടന്നു. ജനങ്ങൾ പല കഥകളും പറഞ്ഞു. അവൻ രാജാവിന്റെ ഇരട്ട സഹോദരനായിരിക്കാം, അല്ലെങ്കിൽ വലിയ രഹസ്യമറിഞ്ഞ ഒരാൾ. ചിലർ പറഞ്ഞു അവൻ ഒരു ദ്രോഹിയാണെന്ന്. പക്ഷേ സത്യം ആരും അറിഞ്ഞില്ല. 1703 വർഷങ്ങളായുള്ള നിശബ്ദ ജീവിതത്തിനുശേഷം അവൻ മരിച്ചു. ഒരു വ്യാജ പേരിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ കഥ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. പക്ഷേ ഒരു ചോദ്യം ഇന്നും നിലനിൽക്കുന്നു. ആ മാസ്കിനു പിന്നിൽ ആരായിരുന്നു? എന്താണ് അവൻ മറച്ചുവെച്ച സത്യം? ചില മുഖങ്ങൾ മറഞ്ഞിരിക്കും. കാരണം സത്യം വളരെ അപകടകരമാണ്.